കർണാടകയിലെ ഹംപിയിൽ ഇസ്രയേലി ടൂറിസ്റ്റ് അടക്കം 2 പേരെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. അക്രമികൾ കനാലിലേക്ക് തള്ളിയിട്ട കൂടെയുണ്ടായിരുന്ന യുവാവ് മരിച്ചു. തുംഗഭദ്ര നദിയിൽ സനാപൂർ കനാലിനടുത്ത് വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. വിവരങ്ങളുമായി TG സജിത്. ഹംപി ഒരു വളരെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെയാണ് ഈ വനിതാ ദിനത്തിൽ നിന്ന് ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ശ്രീജ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിനാകെ നാണക്കേടാവുന്ന സംഭവമാണ് ഈ വനിതാ ദിനത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ദിവസം മുമ്പ് രാത്രിയിലുണ്ടായ സംഭവമാണ്. പക്ഷേ ഇതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് ഈ ഘട്ടത്തിൽ മാത്രമാണ്. ഇസ്രയേലി വനിത അടക്കം ഉൾപ്പെടുന്ന സംഘം, ടൂറിസ്റ്റ് സംഘത്തിനാണ് ആക്രമണം നേരിടേണ്ടി വരുന്നത്. 2 പേരെയാണ്, ഏകദേശം 21നും 23നും വയസ്സിനിടയിലുള്ള 2 യുവാക്കൾ, സംഘടിച്ചെത്തിയ യുവാക്കൾ അവരെ ബലാത്സംഗം ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഈ സംഭവം, അതിൽ പോലീസ് ഇപ്പോൾ 6 അംഗ ടീമിനെ ചുമതലപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഭാഗമായ കനാലിൽ നിന്ന് രാത്രിയിൽ ഈ നക്ഷത്രങ്ങളെ വീക്ഷിക്കുകയായിരുന്നു ഈ ടൂറിസം സംഘം. അതിന് സമീപത്തുള്ള ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു അവിടെ. ഇവിടേക്ക് അവരുടെ സമീപത്തേക്ക് എത്തിയ ബൈക്കിലെത്തിയ സംഘം ആദ്യം പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെടുന്നു. ഇവർ പണം നൽകുന്നു. പക്ഷേ ആ പണത്തിൽ തൃപ്തരാവാതെ ഈ സംഘത്തെ ഇവർ ആക്രമിക്കുകയായിരുന്നു. 5 അംഗ സംഘമോ ആയിരുന്നു. ഈ 3 പേരെ കനാലിലേക്ക് തള്ളിയിടുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 പേരെ ബലാത്സംഗം ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ വെള്ളത്തിലേക്ക് വീണ 3 പേരിൽ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ ഒരാൾ മരണപ്പെട്ടു. ഒഡീഷ സ്വദേശിയാണ് മരണപ്പെട്ടത്. അയാളുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെടുക്കുന്നത്. ഈ തരത്തിൽ ദാരുണമായ സംഭവമാണ് ഉണ്ടാവുന്നത്. ഈ ഇസ്രയേലി സ്വദേശിക്ക് പുറമെ ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ US സ്വദേശി കൂടിയാണ്, US പൗരൻ കൂടിയാണ് എന്ന കാര്യത്തിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. 6 അംഗ ടീമിനെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങേയറ്റം നാണം കെടുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അക്രമികൾ ആര് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. രാജ്യത്തെ പൈതൃക ഇടം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലമാണ്, വളരെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ്. അവിടെയാണ് ഈ നാണിക്കപ്പെടുന്ന സംഭവം ഉണ്ടായത്. TG സജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹംപിയിൽ വിദേശ വനിതയടക്കം 2 സ്ത്രീകളെയാണ് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. കൂടെയുണ്ടായിരുന്ന യുവാവിനെ കനാലിലേക്ക് തള്ളിയിട്ട് ആ യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റു വാർത്ത